ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതായത് ഫുഡ് വീറ്റാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിനകത്ത് ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫുഡ്, ടൈപ്പ് ഓഫ് ഫുഡ് ഗ്രൂപ്പ്, സോഴ്സ് ഓഫ് ഫുഡ് ആൻഡ് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. If we eat well, it helps us learn and play. Choosing healthy food is fun. Why not start today? നോക്കിക്കേ, നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ നമ്മളെ എന്തിന് സഹായിക്കുന്നു? നമുക്ക് ലേൺ ചെയ്യാനും പ്ലേയിങ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ്? ഹെൽത്തി ഫുഡാണ് നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കതിനെപ്പറ്റി പഠിക്കാം. നോക്കിക്കേ, വി ഓൾ ഈറ്റ് ഫുഡ് എവറി ഡേ. നമ്മൾ എപ്പോഴും ഫുഡ് എല്ലാ ദിവസവും കഴിക്കാറുണ്ട് അല്ലേ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് നീഡ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ്? നമുക്ക് ബേസിക്കായിട്ട് ഫുഡ് ഉണ്ടാവണം അല്ലേ? സോ അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് കൊണ്ടുണ്ടാകും? നമുക്ക് ഗെറ്റ് എനർജി ടു ഡു ഓൾ ദ ആക്ടിവിറ്റീസ്. നമുക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാൻ നമ്മളെ എന്ത് സഹായിക്കുന്നു? ഫുഡ് കഴിക്കുമ്പോൾ സഹായിക്കുന്നുണ്ട് അല്ലേ? ഫുഡ് കൊണ്ട്. ആൻഡ് ഗ്രോ ബിഗ് ആൻഡ് ടോൾ. വളർന്ന് വലുതാവാനും നമ്മളെ സഹായിക്കുന്നു. കീപ്പ് ആസ് ഹെൽത്തി, ഫിറ്റ് ആൻഡ് സ്ട്രോങ്. ഹെൽത്തി ആയിട്ടിരിക്കാനും ശരീരം ഫിറ്റായിട്ടും സ്ട്രോങ് ആയിട്ടിരിക്കാനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ആസ് ഫ്രം ഡിസീസസ്. രോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. നെക്സ്റ്റ് എന്താണ്? വി നീഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും പലതരത്തിലുള്ള ഫുഡുകൾ കഴിക്കാറുണ്ടല്ലേ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ടേസ്റ്റ്, ഇറ്റ് അബൌട്ട് അവർ ഹെൽത്ത് ഓൾസോ. നമ്മൾ ടേസ്റ്റ് മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഫുഡുകൾ ചൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഹാവ് എ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ് വിച്ച് ആർ നെസസറി ഫോർ അസ് ടു സ്റ്റേ ഹെൽത്തി. നോക്കിക്കേ, പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസിനെ നമുക്ക് തരുന്നുണ്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ. നോക്കിക്കേ, ഓൺ ദ ബേസിക് ഓഫ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് വി ഡിവൈഡഡ് ഇൻ ദ ഫുഡ് ഇൻ ടു 3 മെയിൻ കാറ്റഗറീസ്. മെയിനായിട്ടും ഫുഡ് ഐറ്റംസിനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റിൽ എനർജി. നമ്മൾ പഠിക്കുന്നത് എനർജി ഗിവിങ് ഫുഡിനെ പറ്റിയാണ്. അതിലെന്താണ്? ഫുഡ് ഐറ്റംസ് ലൈക്ക് ഗീ, ബട്ടർ, ഷുഗർ, വീറ്റ്, റൈസ്, പൊട്ടറ്റോസ് എക്സെട്ര ആർ ഹൈ ഇൻ എനർജി. ഈ ഗീയിലും ബട്ടറിലും ഷുഗർ, വീറ്റ്, റൈസ്, പൊട്ടറ്റോ ഇവയിലൊക്കെ കൂടുതലായിട്ട് എനർജി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസിനെ നമ്മൾ എനർജി ഗിവിങ് ഫുഡ് എന്നാണ് പറയുന്നത്. ഇവ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എനർജി, നമുക്ക് വർക്ക് ചെയ്യാനും പ്ലേയിങ് ചെയ്യാനുമുള്ള എനർജി നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, ബോഡി ബിൽഡിംഗ് ഫുഡ്. ദീസ് ഫുഡ് ഐറ്റംസ് ഹെൽപ്പ് us to grow and tall and strong. They help in building bones and muscles too. So they are called body building food. Examples: beans, milk, egg, cheese, fish, meat, etc. നോക്കിക്കേ, ഈ ബീൻസ്, മിൽക്ക്, എഗ്സ് ആൻഡ് ചീസ്, ഫിഷ്, മീറ്റ് ഇവയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അവയിൽ നിന്നും കിട്ടുന്ന എനർജി നമുക്ക് ടോൾ ആവാനും സ്ട്രോങ് ആവാനും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അത് തന്നെ നമ്മുടെ ശരീരത്തിലെ ബോൺസുകൾക്കും മസിൽസിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ തരത്തിലുള്ള ഫുഡുകൾ. അപ്പോൾ ഈ തരത്തിലുള്ള ഫുഡുകളെ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എന്താണെന്നാൽ പ്രൊട്ടക്റ്റീവ് ഫുഡ്. എന്താണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്? നോർമലി പ്രൊട്ടക്റ്റീവ് ഫുഡിനകത്ത് വരുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ്. നമ്മൾ പറയാറില്ലേ, വീട്ടിൽ നമ്മുടെ പേരൻസ് പറയാറുണ്ട് അല്ലേ, ചില ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കഴിക്കണം, നമ്മുടെ ശരീരത്തിൽ അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല എന്ന് അല്ലേ പറയാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. നോർമലി എല്ലാവരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഡിസീസിൽ നിന്ന്, അത് രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഗ്രോ വെൽ, നന്നായി വളരാനുമുള്ള ഹെൽപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ബാലൻസ്ഡ് ഡയറ്റ്. അവർ ഡയറ്റ് ഈസ് ദ ഫുഡ് ദാറ്റ് വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെഗുലർലി. നമ്മൾ ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ ഡ്രിങ്ക്സ്, അതായത് ദാഹിക്കുമ്പോൾ നമ്മൾ ജ്യൂസ് അല്ലെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ കുടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു റെഗുലറായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്നത്, അതായത് ഈ ബാലൻസ്ഡ് ഡയറ്റ് ഇൻക്ലൂഡഡ് ഓൾ ദ കമ്പോണൻറ്റ് ഓഫ് ഫുഡ് അപ്രോക്സിമേറ്റ് ദ എമൗണ്ട്. ഇറ്റ് ഹെൽപ്പ് us ടു റിമൈനിങ് ഹെൽത്തി ആൻഡ് ഫിറ്റ്. നോക്കിക്കേ, നമ്മൾ കഴിക്കുന്ന ഫുഡിന് നമുക്കൊരു അളവുണ്ട് അല്ലേ? ഇത്രയും നമ്മൾ കഴിക്കും. രാവിലെ നമ്മൾ ഇത്ര കഴിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇത്ര കഴിക്കുന്നു, നൈറ്റ് ഇത്ര കഴിക്കുന്നു. അപ്പോൾ നമ്മളൊരു അളവനുസരിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ശരീരം ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കാനും നമ്മളെ ഈ ബാലൻസ്ഡ് ഡയറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നോക്കിക്കേ, സോഴ്സ് ഓഫ് ഫുഡ് ഏതൊക്കെയാണ്? നോക്കിക്കേ, 2 തരത്തിലുണ്ട്. ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഉണ്ട്, ഫുഡ് ഫ്രം ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഫുഡ് ഫ്രം പ്ലാന്റ്സിനകത്ത് വരുന്നത് കോഫി, കൊക്ക,
പിന്നെന്താണ് സ്പൈസസ്, സെറിൽസ്, ഷുഗർ, ഫ്രൂട്ട്സ്, ഓയിൽ ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഷുഗർ. അപ്പോൾ ഈ തരത്തിലുള്ള, അതായത് കോഫി, സ്പൈസസ്, കൊക്ക, സെറിൽസ്, ഷുഗർ, ഫ്രൂട്ട്സ്, ഓയിൽ, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇവയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ സെയിം ടൈം നമുക്ക് ആനിമൽസിൽ നിന്നും കിട്ടാറുണ്ട് അല്ലേ? ഏതൊക്കെയാണ് നോക്കിക്കുക? കേർഡ്, പനീർ, ബട്ടർ, ചീസ്, ഹണി, മിൽക്ക്, ഫിഷ്, മീറ്റ്, സീ ഫുഡ്, എഗ്സ്. അപ്പോൾ ഇവയെല്ലാം തന്നെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡ് ഫ്രം ആനിമൽസിൽ നിന്നുമാണ് നമുക്കത് കിട്ടുന്നത്. നോക്കിക്കേ, നെക്സ്റ്റ് വാട്ടറിനെ പറ്റിയാണ്. വെള്ളം. എലോങ് വിത്ത് ദ ബാലൻസ് ഡയറ്റ് വി ഷുഡ് ഓൾസോ ഡ്രിങ്ക് 8 to 10 ഗ്ലാസ് ഓഫ് ക്ലീൻ വാട്ടർ. പറയാറുണ്ടല്ലോ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മുടെ പേരൻസൊക്കെ പറയാറുണ്ട്, നമ്മൾ 8 അല്ലെങ്കിൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം, നന്നായിട്ട് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവുണ്ടാവണമെന്നല്ലേ. വാട്ടർ ക്ലീൻ ദ വേസ്റ്റ് ഫ്രം അവർ ബോഡി ആൻഡ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ ഫുഡ്. വാട്ടർ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ പുറന്തള്ളുവാനും നമ്മുടെ ശരീരത്തിലെ ഡൈജഷനെ സഹായിക്കാനും ഒക്കെ വളരെ അത്യാവശ്യമാണ് എന്ത്? വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ. രണ്ട് തരത്തിലുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മൾ ചിലർ വെജിറ്റേറിയൻ ആയിരിക്കും, അതായത് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കൂ. ചിലർ നോൺ വെജിറ്റേറിയൻസ് ഉണ്ട്. നോക്കിക്കേ, ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ചോയ്സസ്. പലതരത്തിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ഫുഡ് ആയിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക. സം പീപ്പിൾ ഈറ്റ് ഒൺലി പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ്സ് പ്രോഡക്റ്റ് ലൈക്ക് സെറിൽസ്, പസൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. ചിലരാണെങ്കിൽ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാതെ പ്ലാന്റ് ഐറ്റംസ്, പ്ലാന്റിൻ്റെ മാത്രം, അതായത് ചീരവർഗ്ഗങ്ങൾ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതൊക്കെ കഴിക്കാറുണ്ടാവുള്ളൂ. ഇവരൊന്നും എഗ്സോ അല്ലെങ്കിൽ മീറ്റോ ചിക്കനോ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഫുഡ് കഴിക്കുന്ന, അതായത് പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ്സ് പ്രോഡക്റ്റ് കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്നാ പറയുക? വെജിറ്റേറിയൻസ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ പീപ്പിൾസ് ഹൂ ഈറ്റ് എഗ്സ്, ചിക്കൻ, ഫിഷ്, മീറ്റ് അലോങ് ദ വെജിറ്റേറിയൻ ഫുഡ് ദേ ആർ കോൾഡ് നോൺ വെജിറ്റേറിയൻ. ചിലരൊന്നും അങ്ങനെയല്ല, അവരെല്ലാം കഴിക്കും. എഗ്ഗും ചിക്കനും ഫിഷും മീറ്റും എല്ലാം കഴിക്കും. അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻ ഫുഡും അവർ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എന്തെന്നാ പറയുക? നോൺ വെജിറ്റേറിയൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് വെജിറ്റേറിയൻ ഫുഡ്, ഇത് നോൺ വെജിറ്റേറിയൻ ഫുഡ്. ഓക്കെ, നോക്കിക്കേ, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? ചൂ യുവർ ഫുഡ് വെൽ. നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് വളരെ നന്നായിട്ട് ചവച്ചരച്ച് വേണം കഴിക്കാൻ, വിഴുങ്ങാൻ പാടില്ല. ഓക്കെ, ചില കുട്ടികളാണെങ്കിൽ വായിലിടുക, വിഴുങ്ങുക, ഇതായിരിക്കും ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഡു നോട്ട് ഈറ്റ് ജങ്ക് ഫുഡ്. അളവിൽ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കരുത്. അപ്പോൾ ചിലരൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കും, എന്നാലും ഡോണ്ട് ഈറ്റ്. ഓക്കെ, ഈറ്റ് യുവർ മീൽ അറ്റ് റെഗുലർ ഇൻ്റർവൽ. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ ഫുഡുകൾ നിങ്ങൾ കഴിക്കണം. ഡു നോട്ട് ഈറ്റ് ഫുഡ് ഫ്രം റോഡ് സൈഡ് വെൻഡോസ്. റോഡിൻ്റെ സൈഡുകളിലോ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലോ ഇരുന്നൊന്നും ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഡു നോട്ട് ഈറ്റ് സ്റ്റാൾ ആൻഡ് അൺകവേർഡ് ഫുഡ്. തുറന്നു വെച്ചിരിക്കുന്ന ഫുഡുകളൊന്നും കഴിക്കരുത്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഫുഡ് കഴിക്കുമ്പോഴും അതിനു ശേഷവും കൈകൾ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കണം ചെയ്യാൻ. ഡോണ്ട് ഈറ്റ് ടു മെനി സ്വീറ്റ്സ് ആൻഡ് ഫ്രൈഡ് ഫുഡ്സ്. ഓക്കെ, അളവിൽ കൂടുതൽ സ്വീറ്റ്സോ അല്ലെങ്കിൽ ഫ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസോ നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടത്? ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. നല്ല ഫുഡുകൾ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഫുഡ് ഹെൽപ്പ് ആസ് ടു സ്റ്റേ ഹെൽത്തി, ഗ്രോ ബിഗ് ആൻഡ് ഗെറ്റ് എനർജി. ദേ ആർ 3 types of food: energy giving food, body building food and protective food. We should eat balanced diet to stay healthy. We must drink plenty of water to stay fit and healthy. Follow healthy eating habits. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.